ഈ നോമ്പിന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ക്യാരറ്റ് പോളൻ്റെ റെസിപ്പി പറഞ്ഞാലോ. സത്യം പറഞ്ഞാൽ ഇത് ഫുള്ളും ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഫുള്ള് പൊടിഞ്ഞു പോയിട്ടോ, പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിനായിട്ട് അതിന് നേരെ ഒരു മിക്സി ജാർ എടുത്തിട്ട് കുക്കഡ് ക്യാരറ്റ് പോലെ കഷ്ണം വെച്ചിട്ട് ഞാൻ കുക്കാക്കി കൊടുത്തതാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്കായിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ഏലക്കായും കൂടെ ഇട്ടിട്ട് നല്ലോണം സ്മൂത്തായിട്ട് ബ്ലെൻഡ് ആക്കിയിട്ട് വരാം. ഇനി നമ്മൾ ഏത് പാനിലാണോ ഉണ്ടാക്കുന്നത് ആ പാനിലേക്ക് കുറച്ച് നെയ്യ് വെച്ച് കുറച്ച് കാഷ്യൂനട്ടും റൈസൻസും ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സും കൂടെ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ നല്ല അടിപൊളി ക്യാരറ്റ് പോള ഇവിടെ റെഡിയായി. സത്യം പറഞ്ഞാൽ ഇത് ഫുള്ളും കൊള്ളായിപ്പോയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി ചെറുതായിട്ടൊന്ന് പണി പാളിപ്പോയിട്ടുണ്ട്, ഒക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ എടുത്ത സമയത്ത്. പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായത് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു റമദാൻ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് എന്നാണ് ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എങ്ങനത്തെ ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബായ്.